അയ്യോ ഇതൊക്കെ എങ്ങനെ ആൾക്കാരുണ്ടാക്കുന്നേ? തൊട്ട് തട്ടണം. ഇച്ചിരിച്ച് തട്ട്, മൊത്തത്തിൽ തട്ടല്ലേ. ഹാഫ് കുറച്ച് തട്ടേ. കുറച്ച് വെള്ളം. സോറി. ഇനി നമ്മളെ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പൊങ്ങി വരുന്നില്ലേ? എവിടെ കാണുന്നില്ലല്ലോ. അറ്റത്ത് പൊങ്ങി വരുന്നേ. തിരിച്ചിട്ട് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായി കാര്യം. അടിപൊളിയോ. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് അരിപ്പത്തിരിയും മട്ടൻ കറിയും ഉണ്ടാക്കാൻ പോവാണ്. എനിക്കുണ്ടാക്കാൻ അറിയത്തില്ല, നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ പോവാ. പരീക്ഷണമാണ്. അരിപ്പത്തിരി നമ്മൾ ഉണ്ടാക്കി പഠിക്കുകയാണ്. ഓക്കെ, നോക്കാം. നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ എന്തായാലും വീഡിയോ റെഫർ ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞൊരു മെഷർമെന്റിലൊക്കെ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് അരിപ്പൊടി താഴെ പോവാതിരുന്നാൽ മതി. ഞാനിപ്പം നമുക്കൊരു 4 ഗ്ലാസ് ഇട്ടാലോ? 1 കൂടിപ്പോയല്ലേ? എനിക്കറിയത്തില്ല കേട്ടോ. 2 ഗ്ലാസ് മതിയാവും അല്ലേ? 3 ഗ്ലാസ് ഇടാം. 3 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി വെള്ളം അളന്നിട്ട് എടുക്കണം. സോ അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഞാനൊരു കണക്ക് സെറ്റാക്കി വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. വെള്ളം നേരെ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇടാൻ പോവാ. നെയ്യ് ഇട്ടു. ഇനി അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ എൻ്റെ ഒരു വീഡിയോ കണ്ട പ്രകാരം ഇനിയിപ്പൊ ഈ മാവുണ്ടല്ലോ, ഈ മാവ് നമ്മൾ ഇതിനകത്തോട്ട് തട്ടണം. ഇച്ചിരിച്ച് തട്ട്, മൊത്തത്തിൽ തട്ടല്ലേ. ഹാഫ് കുറച്ച് തട്ടേ. ഓ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടാ. എനിക്കറിഞ്ഞൂടാ. ഫ്ലോപ്പ് ആയാൽ എന്ത് ചെയ്യും? അടുപ്പിലെല്ലാം വീണ് ഗൈസാ. വെള്ളം കുറഞ്ഞു പോയി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചൂടുവെള്ളം വെക്കാം. നടക്കും. എന്താ പരിപാടി? മട്ടൻ കഴുകണം. മട്ടൻ കഴുകാനുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇവിടെയാണോ മട്ടന്റെ റേറ്റ് കമ്മി അതോ നാട്ടിലാണോ? മട്ടന്റെ റേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ചുകൂടെ കുറവാണ്. നാട്ടിലൊക്കെ നമ്മുടെ മട്ടന് 1100, 1200 അങ്ങനെയൊക്കെയാണ് 1 കിലോ മട്ടന്റെ വില. ഇവിടെ നമുക്ക് അത്ര ഇല്ല. ഇവിടെ ഒരു കിലോ മട്ടൻ ഇവിടെ 850, 900 അത്രയൊക്കെ ഉള്ളൂ. അയ്യോ, മീൻ കൊടുക്കത്ത വിലയാണ്. ചാള കിലോ 400. അല്ല 5 അല്ല, കിലോ 1 കിലോ ചാളക്ക് 400 രൂപ അങ്ങനെയൊക്കെയാണ് വില. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടടുത്ത് നല്ല മീൻ വരുന്നത്. കാര്യം ഇവിടെ മീൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗലാപുരം അല്ലെങ്കിൽ കേരളത്തിൽ കാലിക്കട്ട്, കണ്ണൂർ അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെയാണ് മീൻ വരുന്നത്. അതായത് പിന്നെ തമിഴ്നാട്, രാമേശ്വരം അവിടെ ആ റീജിയനിൽ നിന്നൊക്കെയാണ് മീൻ വരുന്നത്. ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ചിലവും കൂടെ അതിനകത്ത് കൂടുതൽ വരും. ഇനിയിപ്പോ നമുക്ക് നേരത്തെ വെള്ളം ഒഴിച്ചത് അങ്ങോട്ട് സെറ്റ് ആയില്ലല്ലോ. അപ്പൊ നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും അരിപ്പത്തിരി ഫസ്റ്റ് ട്രൈ അല്ലേ? അല്ല പാളിയാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ട്രൈ അല്ലേ, ഇതൊക്കെ പറ്റും. അതൊക്കെ പറ്റും. അത് കുളമായ ചോറുണ്ടാക്കാം, കുഴപ്പമില്ല. ചോറും മട്ടൻ കറി സെറ്റാണ്. ഇന്നലെ അച്ചാറിട്ടില്ലേ, മാങ്ങാച്ചാറ്? ഇന്നലെ ഇട്ട മാങ്ങാച്ചാറ്, ചോറ്, മട്ടൻ കറി മതി. കൊളായാലും കുഴപ്പമില്ലാന്ന്. നല്ല ബലം കൊടുത്തതാക്കണം. അതാണ് ഇത് നല്ല കട്ടിയായിട്ടിരിക്കുക. വെള്ളം കൂടിയും തോന്നുന്നു കേട്ടാ. കുറച്ച് മാവിട്ട് നോക്കിയാലോ?
ഇടാന്ന് ട്രൈ ആവണമല്ലോ കുറച്ചൊക്കെ. ആവോ? എന്തായാലും നോക്കാം. നമുക്കേ മട്ടനുള്ള ബാക്കി പരിപാടി ചെയ്യാം. അയ്യോ, ഇന്നാൾക്ക് മീഷോന്ന് വാങ്ങിച്ചത് ഒക്കെ പൊളന്നു പോയി. വെള്ളം ഇത് അടിച്ചടിച്ച് പൊളന്നതാ. ക്വാളിറ്റി ഈസ് വെരി ബാഡ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ട്, ലാസ്റ്റ് അല്ല ഏതോ ഒരു വീഡിയോയിൽ ഇത് പർച്ചേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നശിച്ചു പോകും. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മൾ പിന്നെ പറയുന്ന റിവ്യൂസ് ഒക്കെ ജെനുവിൻ ആയത് കൊണ്ടിട്ട് നമ്മൾ പൈസ ചിലവാക്കി വാങ്ങിച്ച സാധനമല്ലേ, അപ്പൊ നശിച്ചു പോകുമ്പോ പറയണ്ടേ. ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കാം. നമുക്കപ്പം മട്ടൻ കറിക്കുള്ള സാധനം അല്ല, എനിക്ക് ഇത് കഴിഞ്ഞാലേ അടുത്ത പരിപാടി പറ്റുള്ളൂ. മട്ടൻ വേവിക്കണമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെജിറ്റബിൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. ഇഞ്ചിയാ? ഞാൻ മറ്റേ വെള്ള ഉള്ളി മേടിച്ചത് ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാണ്. ഞാനില്ലേ, ഞാൻ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ള ഉള്ളി കട്ട് ചെയ്തിട്ട് മീൻസ് വെള്ള ഉള്ളി ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വെള്ളയുള്ളി യൂസ് ചെയ്യുന്നത്. വെള്ള ഉള്ളി ഇല്ല, വെള്ള സവാള യൂസ് ചെയ്യുന്നത്. ആന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഡിയോയിൽ കണ്ടേണെന്ന്. വീഡിയോയിൽ കണ്ടേലൊരു ആക്രാന്തത്തിൽ കയറി മേടിച്ചതാണ്. നമുക്ക് സവാള കട്ട് ചെയ്യാം. എരിയുമല്ലോ, ഇതിനും ഉണ്ട്, ഇതിനും എരിവുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 കുനുകുന അരിയാം. എക്സോസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 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 ഞാൻ അരിഞ്ഞു വരുമ്പോ സൗണ്ട് വരും. ഇങ്ങനെ കുന അരിയ. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അരിഞ്ഞതാ. എനിക്കെന്തായാലും ഇത് അരിഞ്ഞ് കിട്ടി കഴിഞ്ഞിട്ടേ വേറെ എന്തെങ്കിലും പരിപാടി നടക്കുള്ളൂ. മറ്റേ സാധനം ഫ്ലോപ്പ് ആയോ ഇല്ലയോ എന്നുള്ളതിലാണ് എൻ്റെ ടെൻഷൻ. അപ്പൊ നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. പിന്നെ മറ്റേ മട്ടൻ ഉണ്ടാക്കാൻ ഞാൻ പ്രോ ആണല്ലോ. അത് വേണം, അതിപ്പോ റെഡി ആയല്ലോ. നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തോ. മട്ടൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ കറി ഞാൻ പിന്നെ 2-3 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നത്. വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ ഏകദേശം എല്ലാം വെക്കുന്നത് മറന്നു പോകും. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് കുറച്ച് വെളുത്തുള്ളിന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്പെഷ്യൽ മട്ടൻ കറിയാണ് കേട്ടോ പറയുന്നത്. ഇനി അടുത്ത കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഓക്കെ, കൊച്ചുള്ളി നല്ലോണം കിട്ടാൻ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇട്ടത്. അതിന് ശേഷം കുറച്ച് കുരുമുളക് അങ്ങോട്ട് വാരി വിതറി കൊടുക്കുക. അതിനകത്ത് കൊടുത്തു. ലേശം മഞ്ഞൾ, ഫിഷ് മസാല, മഞ്ഞപ്പൊടി കഴിഞ്ഞ് ഈ വലിയ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ് മഞ്ഞപ്പൊടി. കണ്ടോ, ഇത് ഞാൻ എൻ്റെ കുഞ്ഞ് പാക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെക്കും. പക്ഷെ ഇന്നിപ്പോൾ ഇടാൻ മറന്നുപോയി. അപ്പോൾ ബാക്കി മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നാടൻ മഞ്ഞപ്പൊടിയാണ്, സോ നല്ല കളർ വരും. ലേശം മുളക് പൊടി കൂടി ഇട്ടേക്കാം. ഇല്ലെങ്കിലെന്ന് വെച്ചാൽ ഇത് നമ്മൾ കറി വെച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചുമല കളർ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരിയും കൂടി ഇതിൻ്റെ കൂടെ തട്ടി കൊടുക്കുകയാണ്. എനിക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെ ചുമന്നിരിക്കണം. ചുമല കളർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ശരിയാവില്ല. അയ്യോ, കഴിഞ്ഞ്. ഇനിയിപ്പം പുതിയ പാക്കറ്റ് പൊട്ടിച്ചെടുക്കണം. അപ്പം ഇനി നമ്മുടെ ഈസ്റ്റേൺ ഡേ
ഈസ്റ്റേണിന്റെ കാശ്മീരി പൗഡർ. നമ്മൾ മറ്റേ പരസ്യത്തിലൊക്കെ പറയത്തില്ലേ, നമ്മളെ ഇന്ത്യൻ ഹോമിലെ പരസ്യം ഇങ്ങനെ ഇരിക്കും, ഈസ്റ്റേണിന്റെ കാശ്മീരി ചില്ലിന്റെ പരസ്യം. ഓക്കെ, നല്ല കണക്ക് കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കുക. അത് നമ്മളിങ്ങനെ ചുമ ഇരിക്കണം. ചുമ ഇരുന്നാലേ എനിക്ക് കണ്ണിന് അങ്ങോട്ടൊരു നിർവൃതി. ചുമ ഇരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ വരും കേട്ടാ. ഇത് ഇങ്ങനെ അങ്ങോട്ട് വേണമെങ്കിൽ ഇളക്കിയൊക്കെ കൊടുത്ത് കളഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഇളക്കിയൊക്കെ കൊടുക്കാം. ഇളക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനും ചുമ്മാ ഒരു രസത്തിന് ഇളക്കാം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം. അയ്യോ, ഉപ്പിടാൻ മറന്നുപോയി. കോമഡി ആയതിന്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. കഴിഞ്ഞ വട്ടം ഞാൻ 2 ഫുഡ് ഉണ്ടാക്കിയപ്പോഴും കറി ഉണ്ടാക്കിയപ്പോഴും ഉപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ച് സൂക്ഷിക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ഇനിയിപ്പോ ഉപ്പ് ഇല്ലാണ്ടാവുമോന്ന് എനിക്കറിയില്ല. അപ്പം ഓൾ സെറ്റ്. ഇനി ലേശം വെള്ളം ഒഴിക്കുന്നു, അടുപ്പത്ത് വയ്ക്കുന്നു, തീർന്നു. ഇക്ക, നമ്മൾ കുറച്ച് മുന്നേ സെറ്റ് ചെയ്ത് വെച്ച നമ്മളെ മാവ് എന്തായി നമുക്ക് നോക്കാം. മാവ് ഓക്കെ, മാവ് എടുത്തിട്ട് നമുക്ക് ഇവിടെ അല്ല, നമ്മുടെ കൊണ്ടുപോകാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടോട്ട് വെച്ചിട്ട്. ചൂടുണ്ട് കേട്ടോ. ഞാൻ മറ്റേ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാ, അയ്യോ ഇതൊക്കെ എങ്ങനെ ആൾക്കാരുണ്ടാക്കുന്നേ. സ്പൂൺ മാറ്റണ്ട. ആ തുടുപ്പിങ് എടുത്ത, തുടുപ്പല്ല, ഇതിനകത്ത് ഇത് സാധനം റെഡി ആയിട്ടുണ്ട്. ആരോ വിളിക്കുന്നു, പോവരുത്. ഇതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല. ഇളക്കണം ഇച്ചിരി, ചൂടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഇളക്കി നല്ല സോഫ്റ്റ് ആക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാര്യം പറയട്ടെ, ഇത് ഒരുമാതിരി ഒട്ടിപ്പിടിച്ച് ഒരുമാതിരിയൊക്കെ ആവുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ റെഡി ആവുമോ ഇല്ലെന്ന്. ചുമചുമായി ഇളക്കിയ കൈ കൊണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. വാ. എനിക്ക് വന്ന് വെച്ച് വെള്ളം കൂടെ വേണം. വെള്ളം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചെയ്യുന്ന കണ്ടേക്കുന്നു. നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. വാട്ടർ. ചൂടുണ്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് പൊടിയും കൂടി ഇങ്ങനെ സൈഡിൽ വെക്കണം. അങ്ങനെയൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടേ. എനിക്കൊന്ന് മര്യാദയ്ക്ക് ഒരു അപ്പം ചുട്ട് ചൂടുണ്ടല്ലേ? ഓക്കെ, കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കത് പരീക്ഷിക്കാം. എന്തായാലും ഇത് ഫ്ലോപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഫൈനലി ഞാൻ ഇത് ഇളക്കി ഏതാണ്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇതിങ്ങനെയൊക്കെയാണോ വരുന്നത്. ഇത് നല്ല റൗണ്ട് ആക്കിയൊക്കെയാണ് ആ വീഡിയോക്കകത്ത് എടുത്തേക്കണം. ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. നമുക്ക് നോക്കാം. ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അടച്ച് ഇവിടെ ഇരിക്കട്ടെ, കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി അപ്പൊ നമുക്ക് നമ്മളെ മട്ടന്റെ പരിപാടിയിലോട്ട് പോവാം. ഓക്കെ, അല്ല മട്ടൻ ദാ ഇത് ഇരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഉള്ളി വഴറ്റൽ അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള പരിപാടിയിലോട്ട് പോവാം. ഓക്കെ, കം. എണ്ണ ഒഴിച്ചോ? ഓ, അതിനെന്താ, എണ്ണ അതൊന്നും കുഴപ്പമില്ല. മതി പറയണമായിരുന്നല്ലേ. ദിസ് ഈസ് നല്ലെണ്ണ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആദ്യം കടുവാണ് ഇടാനുള്ളത്. കടു ഇടുക. കടു ഇട്ടു. കൂടിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ കുഴപ്പമില്ല. കടു ഈ ചൂടാണ്, അതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇട്ടപ്പോ സൂക്ഷിച്ചില്ല, അതുകൊണ്ട് കുറച്ച് കൂടിപ്പോയി. വെച്ച് വീഡിയോ ഓണാക്കാൻ ഒന്നും മറന്നു പോയത് കൊണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ
വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ദെൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി കൂടിയിട്ട് ആഡാക്കി കൊടുക്കാം. എന്റെ വൈറ്റ് ഉള്ളി, ദെൻ റെഡ് ഉള്ളി. രണ്ടിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല. പച്ചമുളക് നമ്മൾ ഇട്ടില്ലേ? ലേശം പച്ചമുളകും കട്ടി മീൻസ് നമ്മൾ അരച്ചെടുക്കാത്ത കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമ്മളെ എണ്ണ കുറച്ച് ഒഴിച്ചെടുക്കാം. വെള്ളമൊന്നോ? ഇനി നന്നായിട്ട് ഈ സംഭവം അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ആക്കി ഇനി ഈ ഒരു സാധനം നല്ല പോലെ വെന്ത് കുഴഞ്ഞു കിട്ടണം. ഓക്കെ, ഇതെല്ലാം എന്റെ പരീക്ഷണമാണ്. അടച്ചു കൊടുക്കാം. സെറ്റ്. ഉരട്ടി ഉണ്ടാക്കൽ പ്രക്രിയയിലോട്ട് കടക്കാം. എനിക്ക് അറിയത്തില്ല ഇത് എത്രമാത്രം സെറ്റ് ആവുമെന്നുള്ളത്. എന്തായാലും ട്രൈ ചെയ്യാം. ആദ്യം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്ത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഉണ്ട ഇങ്ങനെ എടുത്ത്, അയ്യോ എനിക്കൊരു കുഞ്ഞു പാത്രം വേണമായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് മാവ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇങ്ങനെ മിക്സ് ആക്കും. സയന്റിഫിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിന്റെ മൂഡ് എടുത്തിട്ട് ചെയ്യാൻ. ബിക്കോസ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ട്രൈ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാം. ഓക്കെ, മാവൊക്കെ ഇങ്ങനെ വിതറിയൊക്കെ കൊടുക്കാം. എനിക്കറിയത്തില്ല കൊളാവോ എന്തോ. ഓക്കെ, അവിടെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. കുഴപ്പമില്ല. പക്ഷേ ഈ ഉരട്ടിന്റെ കട്ടി കുറച്ച് കൂടിയെന്ന് തോന്നുന്നു. നമ്മൾ നൈസ് പത്തിരിയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഉരട്ടി ആയിപ്പോയിക്കാ. നൈസ് അല്ല. മാവിനെ എടുക്കുമ്പോ ചെറുതാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് മാവിന്റെ കട്ടി കുറച്ച് കുറയ്ക്കാം. ഞാൻ എടുത്തപ്പോ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്. സോ എനിക്ക് കൈ ഒന്ന് ഡിപ്പ് ചെയ്യാൻ കുറച്ച് വാട്ടർ വെള്ളം തരുമോ? ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. നമുക്കിതാ ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് പാത്രം ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെക്കുന്നു. ഇനിയും കട്ടി കൂടുവാവോ? ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാ. അറ്റത്തോട്ടായിപ്പോയല്ലോ. നടുക്കായിരുന്നു വേണ്ടത്. ഫൈൻ, കുഴപ്പമില്ല. ഏകദേശം ശരിയായേക്കുന്നു. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എടുക്കുന്നില്ല. നമുക്ക് നേരെ ഇതെടുത്ത് അടുപ്പിലോട്ട് ഇടാം. ഇതിലൊരു ചെറിയ പണി കിട്ടിയെന്ന് വെച്ചാൽ ഇതിപ്പോഴൊന്നും ഉരുട്ട് തീരൂല. ഫൈനലി കുറച്ച് പൊങ്ങി വരുന്നുണ്ടെന്നാണ് ഇക്ക പറഞ്ഞത്. പൊങ്ങി വരുന്നില്ലേ? എവിടെ കാണുന്നില്ലല്ലോ. അറ്റത്ത് പൊങ്ങി വരുന്നതാണല്ലേ. തിരിച്ചിട്ട് നോക്കിയേ. ഓക്കെ, കരിഞ്ഞോടെ. ആദ്യത്തെ ട്രൈ അല്ലേ, അപ്പൊ കുഴപ്പമുണ്ടാവില്ലേ. ഹാപ്പൻസ്. നമ്മള് ചെയ്യാനെടുത്ത മനസ്സാണ് കാണേണ്ടത്. അല്ല, അതല്ല, ടാസ്ക് ചെയ്യാനെടുത്ത മനസ്സാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ച മനസ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. അതന്നെ. ഓക്കെ. ഒരട്ടി സെറ്റ് ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ തക്കാളി ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് സെറ്റായി വരണം. കുറച്ച് ടൈം എടുക്കും. അപ്പൊ അടച്ചു വെക്കാം. ഓക്കെ, ഇത് വേവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഈ ഉരട്ടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ടല്ലേ. നമുക്ക് നോക്കാം. ഇനി അടുത്ത ഉരട്ടി ഞാൻ എടുക്കട്ടെ. ഓക്കെ, കുറച്ച് എണ്ണ പുരട്ടിയില്ലേ, നമുക്ക് ഇതിട്ട് കൊടുക്കാം. നോക്കാം. ഉള്ളി എന്തായാലും
കുറച്ചൊക്കെ വെന്തിട്ടുള്ളൂ, കുറച്ചും കൂടെ ഇരിക്കട്ടെ, കുറച്ചും കൂടെ ടൈം ഇരുന്ന് വേവട്ടെ, എന്നാലേ ഇത് സെറ്റായി വരത്തുള്ളൂ. മട്ടൻ വെന്തോ നോക്കിയാലോ? യെസ്. ചൊക്ക ചൊക്ക കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചൊക്ക ചൊക്ക ഇതിൽ വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിനകത്തോട്ടെ വേണ്ട മസാലാസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി നിങ്ങളുടെ തുടങ്ങാം. ദെൻ മുളക് പൊടി നമ്മുടെ കറിക്ക് ആവശ്യമുള്ള രീതിക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഗരം മസാല ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് ഫൈനലി ഗരം മസാല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മട്ടൻ ഉണ്ടാക്കുമ്പോൾ മട്ടൻ മസാല, ആച്ചിയുടെ മട്ടൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മട്ടൻ മസാല നല്ലപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ദെൻ ചുക ചുകായിരിക്കാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ. ഓക്കെ, ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല കൂടി പോകുന്നത് എനിക്ക് അറിയില്ല, നോക്കാം. മിക്സ് 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 ആക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കാര്യം ഈ സാധനം എടുക്കാൻ എനിക്കറിയില്ല ഇത് എന്തായി വരുമെന്ന്. ഞാനങ്ങനെ ഒരട്ടി എക്സ്പേർട്ട് ഒന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ അതിൻ്റെ ആയിട്ട്, നമ്മൾ എക്സ്പേർട്ട് അല്ലാത്തതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഫൈൻ, ഉണ്ടാക്കിയാണല്ലോ പഠിക്കല്, അതുകൊണ്ടിട്ട് ബാക്കി നോക്കാം. ഏകദേശം നമ്മുടെ മട്ടന്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച മട്ടന്റെ വെള്ളം, ആ ഒരു സാധനം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. സീരിയസ് ആയിട്ടും ഇവരിവിടെ നിന്ന് ഇറക്കി വിടുവോ? 3 ചുട്ടിട്ടുള്ളൂ. അല്ല, ഇവരിവിടെ നിന്ന് ഇറക്കി വിടുവോ? അല്ല, നോൺ വെജ് വെച്ചേന്. അതെ. എന്താണ് ഇവർക്ക് ആ സാധനത്തിനോട് ഇത്ര അലർജി? അപ്പൊ മട്ടന്റെ ചാറ് ഒഴിച്ചിട്ട് നമ്മള് മീൻസ് മട്ടൻ വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് ഇനി ഈ ഒരു ഗ്രേവി അങ്ങോട്ട് സെറ്റ് ആക്കി എടുക്കുന്നു. ഓക്കെ, മട്ടന്റെ വാട്ടർ. ഇക്ക ഇതിന് മുന്നേ ഒരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഇതിന് മുന്നേ നമ്മൾ ഇന്നാൾക്കൊരിക്കൽ ട്രൈ ചെയ്തില്ലേ, ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കിയൊന്നും യെസ്, ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാനാണ് ഇഷ്ടം. ആരെങ്കിലും പറഞ്ഞു തരുന്നതിനെ കാട്ടിട്ടും ചെയ്ത് പഠിക്കാൻ പഠിക്കുമല്ലോ. നമുക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് നമ്മൾ സ്വയം റെക്കഗ്നൈസ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മട്ടന്റെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ബാക്കി അതിനകത്ത് ഒഴിച്ചിട്ട് വെക്കാം. ഇനി ഈ ഗ്രേവി നൈസായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ കുക്കർ കയറ്റി വെക്കാം. ഓക്കെ, ഇനി ഈ ഗ്രേവി നമ്മൾ ഈ കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. മസാല ഒഴിച്ചു കൊടുക്കാം. മസാലയാണ് ഇതിന്റെ മെയിൻ സാധനം അല്ലേ? ശരിയായി. അയ്യാ, ചുമ്മാ വെക്കണ്ട. അതെ, പ്രോ ഷെഫ് ആരും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. നമുക്ക് ഈ ഒരു സാധനം കൂടെ ആക്കി കൊടുക്കണം. ഓക്കെ,
ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കാം. കുഴപ്പമില്ല, വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിടാം. എന്തോ നൈസായിട്ട് കരയുന്നു. ഉപ്പ് വേണ്ടായിരിക്കും അല്ലേ? ഒന്ന് കൈ നീട്ട്. ഉപ്പ് വേണോ? മല്ലിയില ഇല്ല, ഉള്ളത് വെച്ചുണ്ടാക്കാം. വേണം? ഉറപ്പാണോ? ഉപ്പിങ്ങി എടുക്കും. വേണ്ടേ? അയ്യോ, കൈ മൊത്തം മാവാ. ഇതൊന്നും ഊരി തുറന്നു തരുമോ? ഇത്ര ഉണ്ടായിരുന്നു. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താലോ? അപ്പൊ നമുക്കൊരു വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കാം. ഏകദേശം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. സോ നമ്മൾ വിസിൽ കേൾപ്പിച്ചെടുക്കാൻ പോകും. നമുക്കിനി ഒറ്റ വിസിൽ, അപ്പത്തേക്ക് ഇത് ശരിയാവും. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്, നമ്മുടെ തേങ്ങാപ്പാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് പിഴിഞ്ഞെടുക്കാം. ഉരട്ടി നമ്മൾ തേങ്ങാപ്പാലിട്ട ഉരട്ടി എടുത്താൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായി. കാര്യം ഉരട്ടി പല പീസായി പോയി. ഉരട്ടിയുടെ കുഴപ്പമില്ല. ഇത് എടുത്ത് ഇത് വാ ഇത് കണ്ടോ, മട്ടൻ കറി കണ്ടാ? ഉരട്ടി കുഴപ്പമില്ല, ഉരട്ടി നമ്മളെ ഫസ്റ്റ് ട്രൈ ആണ്. ഇത് നോക്ക്, മട്ടൻ കറി ഇങ്ങോട്ട് എടുത്തേ. മട്ടൻ കറി എടുത്തിട്ട് നമ്മൾ മട്ടൻ കറി നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, നമ്മൾ ഇച്ചിരി ഉരട്ടിയും ഇങ്ങോട്ട് കാണിച്ചേ. ഓ, അടിപൊളിയോ. ഇതുണ്ടാ മട്ടൻ. ഗംഭീരം. ഇത് ഇങ്ങോട്ട് ക്ലോസ് ആണ് ചെയ്ത് അല്ല. വരട്ടെ ഇച്ചിരി കൂന്നു എന്നുള്ളൂ. അടിപൊളി, കറി ഗംഭീരം. വരട്ടി തേങ്ങാപ്പാല് കൂടിപ്പോയെന്നുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഉരട്ടി ഒന്ന് ട്രൈ ആക്കി നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഞാൻ എന്തായാലും ഉരട്ടി ഒന്ന് ട്രൈ ആക്കി നോക്കാം. തേങ്ങാപ്പാലിട്ടുണ്ട് മൊത്തത്തിൽ കൊവുന്ന ഒരു പരിവായിട്ടുണ്ട്. കുതിർന്ന് ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. ഫൈൻ, കറി കഴിക്കാം. എന്റെ ഡ്രീമിലെ കറി ആയിട്ടുണ്ടല്ലേ. ചുക ചുവന്നിട്ട് സെറ്റ് കാണാൻ നല്ല ആംബിയൻസ് ഉണ്ട്. ഇനി കഴിക്കുമ്പോ അറിയാം. ഉപ്പ് കുറച്ച് കൂടിയില്ലേ? എനിക്ക് കുറച്ച് ഉപ്പ് കൂടിയായിട്ട് തോന്നുന്നുണ്ട് പുറത്തേക്ക്.